ഓരോ ദിവസവും നമ്മുടെ പാപങ്ങളെ ഈ ദൈനംദിന ജീവിതങ്ങളിലെ പാപങ്ങളെ പറഞ്ഞു. പക്ഷെ ആദ്യം നമ്മൾ പാപമോചനം നേടണം. അതെങ്ങനെ ഈ പാപമോചനം നേടേണ്ടത്? വീണ്ടും ജനിക്കണം. വീണ്ടും ജനിക്കുന്നത് എങ്ങനെയാണ്? അത് ഞാൻ മറ്റ് വിഷയങ്ങളിൽ പറയാം. മാനസാന്തരപ്പെട്ട് സ്നാനമേറ്റ് ഏൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തരും. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപത്തിന്റെ മോചനത്തിനായിട്ട് സ്നാനമേൽപ്പിൻ. അപ്പോൾ പരിശുദ്ധാത്മാവിന് ദാനം കിട്ടും. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് വരുന്നതാണ് സ്വർഗത്തിലേക്ക് നമ്മുടെ വീണ്ടും ജനിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ അന്ന് മുതൽ എന്താണ് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഞാൻ ചോദിക്കട്ടെ, അവർ അമ്മയപ്പന്മാരെ തള്ളി ഒരു ദേഹമായിട്ട് തീരുമെന്നാണല്ലോ പഠിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ദേഹമായിട്ട് തീർന്ന അനേക ഭാര്യ ഭർത്താക്കന്മാർ ഡൈവോഴ്സ് ആക്കപ്പെട്ടുണ്ടല്ലോ. എന്തുകൊണ്ട്? അതെ, അവർക്ക് തമ്മിൽ എന്താണ്? സ്നേഹമില്ല, ബഹുമാനമില്ല, വിശ്വസ്തതയില്ല. എന്ന വണ്ണം സ്നാനമേൽക്കുമ്പോൾ ഒരു വിവാഹ ഉടമ്പടി ആരംഭിക്കുന്നത് പോലെ എന്താണ്, നമ്മൾ മരിക്കുവോളം, ഈ ഭൂമിയിൽ നമ്മുടെ ആയുസ് തീരുവോളം നമ്മൾ വിശ്വസ്തത ആചരിക്കണം, കർത്താവിനെ സ്നേഹിക്കണം. ഇതാണ് ദൈവം പഠിപ്പിച്ച കാര്യം. അപ്പോൾ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ കഴിയത്തുള്ളൂ. വിവാഹത്തിൽ നമ്മളിങ്ങനെ പറയാമല്ലോ, ഉണ്മയിലും ഇല്ലായ്മയിലും രോഗത്തിലും അനാരോഗ്യത്തിലും ഞാൻ ഇവന് കീഴടങ്ങിയിരുന്നോളാം, ഞാൻ ഇവളെ സ്നേഹിച്ചോളാം എന്നൊക്കെ നമ്മൾ വിവാഹ ഉടമ്പടി പറയുമ്പോൾ, ഈ വിവാഹ ഉടമ്പടി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുമായിട്ടുള്ള ഒരു സ്വർഗീയ വാസത്തിന്റെ നിഴലാണെന്ന് നമ്മൾ പഠിപ്പിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ എന്തൊക്കെ വരുത്തിയാലും അനുവദിച്ചാലും, കഷ്ടം വന്നാലും നഷ്ടം വന്നാലും രോഗം വന്നു കഴിഞ്ഞാലും, നമ്മൾ ആഗ്രഹിക്കുന്നൊന്നും കിട്ടിയില്ലെങ്കിലും, എല്ലാവരും നമ്മളെ വിട്ടുപോയാലും, പ്രിയപ്പെട്ടവരെ, നമ്മൾ യേശുക്രിസ്തുവിനെ മാത്രം എന്താണ് മുമ്പിൽ നിർത്തിക്കൊണ്ട് ക്രൂശിനെ ലക്ഷ്യമാക്കി ഓടിത്തീർക്കണം. അതിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിക്കുക എന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് സഭയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, സ്നാനമേറ്റവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അപ്പോഴെന്താണ്? സ്നാനമേറ്റവർക്ക് മാത്രമേ, വിശുദ്ധന്മാർക്കാണ് ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ, പാപികൾക്ക് ഇത് മനസ്സിലാകും. അതുകൊണ്ട് സാറിന് മനസ്സിലാകത്തെ. സാർ ഇപ്പോഴും പാപിയായിട്ടല്ലേ ജീവിക്കുന്നത്? ഞാൻ വിശുദ്ധനായിട്ടാണ് ജീവിക്കുന്നത്. കാരണം എന്താണ്? ഞാൻ വീണ്ടും ജനിച്ചവനായതുകൊണ്ട്. അപ്പോൾ അങ്ങനെ പരിശുദ്ധാത്മാവിനെ ലഭിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ലേഖനങ്ങളുടെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യം എന്താണ്? നമ്മൾ സ്നാനം വെക്കണം. അതിനു മുമ്പ് മാനസാന്തരപ്പെടണം. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ പ്രാപിക്കാം. ഈ ആത്മാവിനെ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മളാണ്. അങ്ങനെ നമ്മൾ ഈ വചനത്തിന് ഓരോ ദിവസം കീഴ്പ്പെട്ട് നമ്മളെ തന്നെ താഴ്ത്തി ലോകത്തെ സ്നേഹിക്കാതെ മുമ്പോട്ട് പോകുന്നുവെങ്കിൽ, ഇന്ന് മരിക്കുകയോ ഇന്ന് യേശുക്രിസ്തു മടങ്ങി വരികയോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പുണ്ട്. പൗലോസ് പറഞ്ഞ പോലെ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഞാൻ മരിച്ചു കിടക്കുമ്പോൾ ഈ ദേശത്തുള്ള പാസ്റ്ററോ അല്ലെങ്കിൽ മറ്റൊരാൾ വന്നിട്ടല്ല എൻ്റെ സാക്ഷ്യം പറ്റും. ഞാൻ മരിക്കുന്നതിന് എൻ്റെ സാക്ഷ്യം പരസ്യപ്പെടുത്തണം. എന്താണ്? ഞാൻ നല്ല പോർപൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ഉറപ്പോടുകൂടി വേണം നമ്മൾ മരിക്കണമെങ്കിൽ വചനത്തിന് കീഴടങ്ങിയേ പറ്റും. ഓക്കെ.